അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക. എവിടെ എത്തി UDF? എവിടത്തേക്കെത്തി? SDPI അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ SDPIയോടൊപ്പം പോവുക. എന്ത് രാഷ്ട്രീയമാണിത്? നമ്മുടെ രാജ്യത്തിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല. ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട്. ആ നയം BJPയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള നയം സ്വീകരിക്കുമ്പോൾ, സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട. പക്ഷെ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് RSSുമായി കൂട്ടുകെട്ടുണ്ടാക്കുക, മറ്റൊരു ഭാഗത്ത് SDPIയുമായി കൂട്ടുകെട്ടുണ്ടാക്കുക. അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയ ഭാവി അവർക്ക് ഉണ്ടാകും എന്ന സംശയം വരുമ്പോൾ അവരെ നശിപ്പിക്കുക. മുരളിയുടെ ഗതികേടതാണ്. അപ്പം ഈ രൂപത്തിൽ നെറികെട്ട ഒരു സമീപനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാട്ടിയിട്ടില്ല. രാഷ്ട്രീയമായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ചേലക്കര തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ്. പിണറായി ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഹിതം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് UDF പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വലിയ വോട്ട് അവിടെയുള്ള പ്രദീപിന് കിട്ടി. രാധാകൃഷ്ണന് കിട്ടിയതിനേക്കാളും 4000 വോട്ട് കൂടുതൽ കിട്ടി. ഏതാണ്ട് അത്രയും വോട്ട് ഈ 4-5 മാസക്കാലം കൊണ്ട് UDFന് കിട്ടിയതില്ലാതായി. ഏത് രൂപത്തിലാണ് അവരുടെ ജനകീയ അടിത്തറ പോയത്, നഷ്ടപ്പെട്ടത്? അപ്പം ഇത് പിണറായി ഗവൺമെൻറ്റിനുള്ള ഒരു താക്കീതായിരിക്കും എന്നാണ് UDF പറഞ്ഞതെങ്കിൽ, UDFിൻ്റെ നെറികെട്ട വർഗീയ പീഡനത്തിനുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. സഖാവ് സെരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്നൊരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രൂപത്തിലുള്ള നേട്ടം ഞങ്ങൾക്കുണ്ടായി. കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ വോട്ടിൻ്റെ പാറ്റേൺ നോക്കിയാൽ അതാണ് തെളിയിക്കുന്നത്. 4 മാസം കൊണ്ട് മാത്രം, 4-5 മാസം കൊണ്ട് മാത്രം ലോക്സഭയിൽ കിട്ടിയതിനേക്കാളും 2500 വോട്ട്, അതും ഒരു PB മെമ്പർക്ക് കിട്ടിയതിനേക്കാളും കിട്ടിയത് സരിൻ്റെ വ്യക്തിത്വത്തെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെയാണ്, ഈ ഗവൺമെൻറ്റിനോടുള്ള അംഗീകാരമാണ് പാലക്കാട്ടെ ജനത തെളിയിച്ചത്, ചേലക്കരയിലുള്ള ജനത തെളിയിച്ചത്. വയനാട്ടിൽ പിന്നോട്ടടിയുണ്ടായി. ആ പിന്നോട്ടടിയുടെ പ്രധാനപ്പെട്ട കാരണം ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്നു. ആ ദേശീയ നേതാവ് മത്സരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ അവർ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ്. ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായ ഒരാൾക്ക് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി ഒരു ദേശീയ നേതാവാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നെ പത്രദൃശ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമത്വമുള്ള കുറേ പ്രചരണത്തിൻ്റെയും ഭാഗമായി കുറച്ച് വോട്ടുകൾ വിചാരിച്ചത് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, 17,100 കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. 170 കോടി രൂപ BJPക്ക് കള്ളപ്പണം ഇനത്തിൽ വൈറ്റാക്കാൻ വേണ്ടി കൊടുത്ത ഒരു കുടുംബത്തിലെ ഒരു പ്രതിനിധിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതൊന്നും ഇവിടെ രാഷ്ട്രീയ ചർച്ചയാക്കിയില്ല. ഫാസിസത്തിനെതിരായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് ഇവിടെ വന്ന് LDFനെതിരായിട്ട് മത്സരിക്കുന്നത്.
ഇതുകൂടി ഇതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്.